ഈ ബിസിനസ്സിന് ഞാൻ എതിര് തന്നെയാണ്. ഒരിക്കലും ഗർഭസ്ഥ ശിശുവിനെ വെച്ചിട്ട്, ഒന്നും അറിയാത്ത ശിശുക്കളെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. ലാലി 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 ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. ശ്വേതോ മേനോൻ പണ്ട് പ്രസവം കാണിച്ചു. അത് സിനിമക്ക് വേണ്ടിയിട്ടാണ്. അവര് പൈസ ഉണ്ടാക്കി, അതിന് അവർ കോടികൾ പ്രതിഫലവും വാങ്ങിച്ചു. അല്ലാതെ അമ്മ എന്ന നിലയിലോ എൻ്റെ മകളെ കാണിക്കാനോ നാട്ടുകാരെ കാണിക്കാനോ ബോധവൽക്കരണം നടത്താനോ ഒന്നുമല്ല ശ്വേതാ മേനോൻ പ്രസവം കാണിച്ചത്. അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അവർക്ക് അതിനുള്ള കൂലികൾ കോടികളാണ് അവർ വാങ്ങിച്ചത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം, വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പ്രസവം കാണിക്കുകയാണ്. ആരാണ്? ദിയ കൃഷ്ണ എന്ന് പറയുന്ന ആ സഹോദരി എന്തിനാ പ്രസവം കാണിച്ചത്? നാട്ടുകാരെ നന്നാക്കാനാ? കൃഷ്ണകുമാറിന് വേറെ പണിയില്ല. കൃഷ്ണകുമാറിന്റെ മക്കളൂടെ നാട്ടുകാരെ നന്നാക്കാനാ നിൽക്കുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. ഏതായാലും അവര് പ്രസവം കാണിച്ചിട്ടും അവർക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കി അവര്. അതും കണ്ട് മലയാളികൾ പറഞ്ഞു, ദിയ കൃഷ്ണയെ സമ്മതിക്കണം, ഒരു ഭയങ്കരം തന്നെ. മോളെ ഞാൻ 5 പ്രസവിച്ചു, മോളെ ഞാൻ 4 പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോഴും വരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രസവം കാണിച്ചോ, പ്രസവം കാണിച്ചു കഴിഞ്ഞാൽ 10 പൈസ ഉണ്ടാക്കാം. അത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ അതിൽ പിടിച്ച് നമുക്ക് കയറാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ യൂട്യൂബർമാർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, അസ്ലാം മാർലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ കുട്ടി വന്നിട്ട് ഇതിനിടക്ക് പറഞ്ഞു, ഇന്നലെ വന്നിട്ട് ഒരു വീഡിയോയിൽ പറയുകയാണ്, അവനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ചെകിട് ഞാൻ അടിച്ചു പൊട്ടിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴും ഗർഭിണിയാണ്. ഈ ഗർഭമായിട്ടുള്ള ഈ അവസ്ഥയിൽ അവരെല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. അങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ ഏതോ ഒരു സ്ത്രീ പറഞ്ഞു, മോളെ അത് അബോർഷൻ ആകാതെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. അത് പറഞ്ഞത് തെറ്റ് തന്നെയാണ്. അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അതായത് ഈ അസ്ലാം മാർലി പറയുന്ന പോലെ അവളെ കിട്ടിക്കഴിഞ്ഞാൽ അവളെ കവളത്ത് ഒരു പാടുണ്ടായിരിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അതായത് 1-ാം മാസം മുതൽ 1-ാം ആഴ്ച മുതൽ ഒന്നും അറിയാത്ത വയറ്റിൽ കിടക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ നാട്ടുകാരുടെ മുന്നിൽ മുഴുവൻ പ്രദർശിപ്പിച്ച്, അതായത് ഈ വയറും തടയിക്കൊണ്ട് നടക്കുന്നതാണോ ഈ പ്രസവം എന്ന് പറയുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് യൂട്യൂബിൽ നിന്ന് നല്ല പൈസയാണ്, അല്ലെങ്കിൽ ഇത് ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കുട്ടികളില്ലാത്തവർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ വലിയ വിഷമം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അങ്ങനെയുള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് കരുതിയിട്ട് ഇതും ഇങ്ങനെ പ്രദർശിപ്പിച്ച് ഓരോ ദിവസവും നെഗറ്റീവ് തംബ്ലൈനാണ് ഇടുന്നത്. ഞാൻ ഇന്ന് ഭയന്നുപോയി, ഞാൻ ഇന്ന് ഓടിപ്പോയി, അയ്യോ ശ്രദ്ധിക്കണേ, ഇങ്ങനെയുള്ള തംബ്ലൈൻ ഇട്ടിട്ട് നെഗറ്റീവ് തംബ്ലൈൻ ഇടുക. അങ്ങനെ ആകുമ്പോഴെന്താ, അയ്യോ ഇതെന്തെങ്കിലും സംഭവിച്ചോ എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങ് നോക്കുകയും ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഈ കുട്ടീൻ്റെ ഇതിനടുക്കത്തെ ഒരു തംബ്ലൈൻ എന്താ കണ്ടറിയാം, 1-ാം മാസത്തിൽ സംഭവിച്ചത്. എല്ലാവരും കയറി നോക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ 4-5 ലക്ഷം ആൾക്കാർ കണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാ? ഒരു നെഗറ്റീവ് തംബ്ലൈനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് തംബ്ലൈൻ ഉപയോഗിക്കുക, അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഗർഭസ്ഥ ശിശു, ഇതിൻ്റെ ഉള്ളിലുള്ള ആ ശിശു അത് എന്തെങ്കിലും അറിയുന്നുണ്ടോ? അതിനെ വെച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അത് എന്ത് തന്നെയായാലും ഇവർക്ക് കണ്ടന്റുകളാണ്. കുറേ നാൾ മുമ്പ് മറ്റൊരു ഫാമിലി വ്ലോഗ്, ആ ഒരു സ്ത്രീ ആണെങ്കിൽ കുറച്ച് പ്രായക്കൂടുതലുള്ളതാണ്. അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള കണ്ടീഷൻ നിൽക്കുമ്പോഴേ മച്ചാൻ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, ഭർത്താവ് നേരെ വന്ന് കാറിൽ വന്നിട്ട് ലൈവ് ഇടുകയാണ്, അതുപോലെ വീഡിയോ ചെയ്യുകയാണ്. കാരണം എന്താ? അതുകൂടി അവൻ അവസരമാക്കണം. ഭാര്യ അവിടെ കുഞ്ഞിനെ എന്ന് പറഞ്ഞാൽ അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കിടത്തിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ വരെ ഇവന്മാർ പൈസ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് അസ്ലാം മാർലി എന്ന് പറയുന്ന യൂട്യൂബറെ, നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുമ്പോൾ, ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ വന്ന് കമന്റ് ചെയ്യുമ്പോൾ അത് സഹിക്കാനും കൂടി നിങ്ങൾ ബാധ്യസ്ഥരാന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇതുപോലെ 24 മണിക്കൂറും ഇതുപോലെ നടന്നിട്ട് വീഡിയോ ചെയ്യണമെന്ന് ഒരാളും പറയുന്നില്ല. നിങ്ങൾക്കും വേണ്ടത് പൈസ തന്നെയാണ്. കൃത്യമായിട്ട് മോണിറ്റേഷൻ ഓണാക്കി വെച്ചിട്ടാണ് നിങ്ങളും ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ദിയ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ പ്രസവം അത് എത്ര മില്യൺ ആൾക്കാർ കണ്ടു, എത്ര ആൾക്കാർ അതിന് എന്താ പറയണ്ടത് നല്ല രീതിയിൽ കമൻറ്റ് ചെയ്തു എന്നൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളും ഇതൊരു ബിസിനസ് തന്നെയാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് കമൻറ്റ് വരുമ്പോഴേക്ക് അവൻ്റെ അങ്ങ് ചെകിടടിച്ച് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പബ്ലിക്കിൽ ഒരു വീഡിയോ ഇടുമ്പോൾ അതിലെന്ന് പറഞ്ഞാൽ അസൂയാലിക്കൽ ഉണ്ടാകും. ഇപ്പൊ എന്നെ തന്നെ തന്തക്ക് വിളിക്കുന്ന 200 പേരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാ? ഞാൻ അവരെ പോയിട്ട് ഒന്നും ചെയ്യാനൊന്നുമല്ല. അവർക്ക് അങ്ങനെയാണ്, അവർ അസൂയ കൊണ്ട് വിളിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്നെ തെറി പറയുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാ? എന്നെ അസൂയ കൊണ്ട് വിളിക്കുന്നതാണ്. പക്ഷെ എന്നെ നല്ലത് പറയുന്ന ആൾക്കാരും ഉണ്ട്.
അവരെയൊക്കെ എനിക്കിഷ്ടം, എല്ലാവരും എനിക്കിഷ്ടമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ഒരാളോടും പറയാൻ പറ്റൂല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ ഗർഭം കാണിച്ചു, എൻ്റെ ഗർഭം എല്ലാവരും ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ എന്നെ എല്ലാവരും നല്ലത് പറയണം, എന്താണ് ഒരു ഗർഭിണീനല്ലേ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കമൻ്റ് ഇടണം. ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല മോളെ. കാരണം ഇവിടെ ഒരുപാട് അമ്മമാർ പ്രസവിക്കുന്നുണ്ട്. അല്ലാതെ എല്ലാ അമ്മമാരും പോയിട്ട് നട്ട്സും അതുപോലെ ഇതും കഴിച്ചിട്ടല്ല നിൽക്കുന്നത്. കഞ്ഞി മാത്രം കുടിക്കുന്ന അമ്മമാരെ എനിക്കറിയാം. അതാണ് ഗർഭസ്ഥ അവസ്ഥയിൽ കഞ്ഞി മാത്രം കുടിക്കുന്ന അമ്മമാർ വരെയുണ്ട്. ആ അമ്മമാരുടെ മുന്നിലേക്ക്, ഈ സൊമാലിയക്കാരുടെ മുന്നിലേക്ക് ചിക്കൻ ബിരിയാണി കൊണ്ട് കൊടുക്കുന്നത് പോലെ അവരുടെ മുന്നിൽ പോയിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണി കഴിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതായത് സൊമാലിയ എന്ന് പറയുന്ന ഒരു പട്ടിണി രാജ്യമാണ്. ആ പട്ടിണിക്കാരുടെ മുന്നിൽ പോയിട്ട് നമ്മൾ നല്ല രീതിയിൽ ചിക്കൻ ബിരിയാണി ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അതുപോലെയാണ് അസ്ലയുടെ ചില വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഗർഭിണികളുണ്ട്, ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. എന്തിനധികം പറയുന്നത്, ഭർത്താക്കന്മാരുടെ പീഡനത്തിൽ വരെ ഗർഭിണിയായ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെയുള്ള ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്നിട്ട് ഇത്രയും ഇതായിട്ട് കാണിക്കുമ്പോൾ ചിലപ്പോഴൊരു നെഗറ്റീവ് കമൻറ്റ് വരും. അതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തന്നെയല്ലേ ഇട്ടിരിക്കുന്നത്, പുരുഷന്മാരൊന്നും അല്ലല്ലോ ഇട്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് അവർക്ക് ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അവരത് ഇങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ പ്രസവം കാണിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെ ഗർഭസ്ഥ അവസ്ഥ 1-ാം മാസം മുതൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കമൻറ്റുകൾ വരും, കണ്ണേറുകൾ വരും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, കണ്ണേറുകൾ വരും. ഇതുപോലെ ഇങ്ങനെ കാണിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോഴേ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെല്ലാം പറയുന്നില്ലേ, മോളെ അങ്ങോട്ട് പോലെ, അങ്ങോട്ട് നോക്കല്ലേ, അതാ കണ്ണേറ് വരും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഗർഭിണികളെ വളരെ സുരക്ഷിതത്വമായിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ഗർഭിണികളൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഇതും കാണിച്ചുകൊണ്ട് നടക്കണമെന്ന് നമ്മൾ എവിടെയും പറയുന്നില്ല. ഇതെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണിക്കുകയും ചെയ്തിട്ട് അവരെടുക്കുന്ന ഇനിയിപ്പോൾ കണ്ണേറ് വരെ തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കേട് കുഞ്ഞിനാണ്. അതൊന്നും ഈ സ്ത്രീക്ക് അറിയാത്തതുകൊണ്ടാണോ? എല്ലാം അവർക്കറിയാം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് പ്രദർശിപ്പിക്കുന്നതിനോടോ, പിന്നെ നിങ്ങൾ പറയുന്ന പോലെ ചില ആൾക്കാർ വയറ് കണ്ടു ഇതൊന്നും പറഞ്ഞാൽ ഒരു പരാതിയല്ല ഇതൊന്നും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ കാണിച്ച് നടക്കുന്നതുകൊണ്ടല്ലേ അവർ പറയുന്നത്. നിങ്ങൾ കുറച്ച് നിങ്ങളുടെ കാര്യം മാത്രം എടുത്ത് വീഡിയോ ഇട്. അല്ലാതെ ഇതിനു മുമ്പ് നിങ്ങൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? അതായത് നിങ്ങൾ ഈ ടോയ്സിൻ്റെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ മറ്റെന്താണ് പെണ്ണുങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാകും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലിംഗത്തിൻ്റെ പോലത്തെ ഒരു വീഡിയോ ചെയ്തതിൽ ഓർമ്മയില്ലേ? അങ്ങനെയുള്ള വീഡിയോ വരെ ചെയ്യുന്നാൽ എന്നിട്ട് നിങ്ങളെന്താ പറയുന്നത്, ഞാൻ ഇതിൻ്റെ വിദ്യാഭ്യാസം ഇതിൻ്റെ ടീച്ചറാണെന്നാ? എന്ത് ടീച്ചർ? നിങ്ങൾ എവിടെയാണ് പഠിച്ചിരിക്കുന്ന പിന്നെ ലൈംഗിക വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ട്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്ന അസ്ലാം മാർലി ഇതിവര് യൂട്യൂബ് വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാകണം എന്ന് കരുതിയിട്ടൊന്നുമല്ല. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണുന്നത് ബിസിനസ് തന്നെയാണ്. ഈ ബിസിനസ്സിന് ഞാൻ എതിര് തന്നെയാണ്. ഒരിക്കലും ഗർഭസ്ഥ ശിശുവിനെ വെച്ചിട്ട്, ഒന്നും അറിയാത്ത ശിശുക്കളെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അതാണ് ഏത് ഫാമിലി ബ്ലോഗറായാലും ശരി. അതായത് ചില ടീമൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അയ്യോ അത് പറ്റി ഇത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കട്ട നെഗറ്റീവിലാണ് വീഡിയോ വിടുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീഡിയോ കാണും. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അവർ നെഗറ്റീവായിട്ട് തമ്മിലിട്ടതാണ്, അല്ലാതെ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഈ കുട്ടി വല്ലതും അറിയുന്നുണ്ടോ? ശരിക്കും ഇതൊരു പീഡനമാണ്. അതായത് ബാലാവകാശ കമ്മീഷൻ വരെ ഇതിൻ്റെ അകത്ത് ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഗർഭിണികളെ വെച്ച് ചെയ്യുമ്പോൾ ഗർഭസ്ഥ ശിശു അതിനെ അറിയില്ലല്ലോ. അതായത് എന്താണ് ഇത് ചെയ്യുന്നത്, എന്താണ് എന്നെപ്പറ്റി പറയുന്നതെന്നോ അതിനറിയില്ല. അതിനും അവകാശമുണ്ട്. ശരിക്ക് ഈ പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുതിർന്ന മനുഷ്യന്മാർക്ക് മാത്രമല്ല. അതെന്ന് പറയുന്നത് ഒന്നും അറിയാതെ. അതുകൊണ്ടല്ലേ എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ വെച്ച് വീഡിയോ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഏത് സമയത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ വരെ അടിച്ചു പോകും. എന്തുകൊണ്ടാണ്? അവർ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു കുഞ്ഞുങ്ങളുടെ പ്രൈവസിയെ പറ്റിയിട്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സില്ലാതെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇതിനിടയ്ക്ക് ഏതൊരു വീഡിയോ അങ്ങനെ ഇട്ടിട്ട് ഒരു യൂട്യൂബറുടെ 1 മില്യൺ ഉള്ള ഒരു ചാനലാണ് അടിച്ചു പോയിരിക്കുന്നത്. അത്രത്തോളം ഇവർ കെയർ ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗർഭസ്ഥ ശിശുക്കളെ കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഗർഭം കാണിച്ചിട്ടോ ഉള്ള വീഡിയോ ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ സ്വകാര്യതയിൽ നിൽക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നാട്ടുകാരെ കാണിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ പലതും പറയും. ഇപ്പം എല്ലാ നാട്ടുകാരെയും നമുക്ക് വായി മൂടിക്കെട്ടാനൊന്നും പറ്റൂലല്ലോ. അതുപോലെ പബ്ലിക്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമുക്ക് കമൻറ്റ് ഇഷ്ടമല്ലെങ്കിൽ ആ കമൻറ്റ് സെക്ഷൻ നമ്മളെന്ത് ഓഫ് ചെയ്ത് വിടുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ കമൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ വേണ്ടൂ, അത് നമ്മൾ റിവ്യൂ ചെയ്യുക.
അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ മുഴുവൻ വന്ന് തെറി പറഞ്ഞ് ഞാൻ അവരെ അടിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഒരു കാരണവശാലും നിങ്ങൾ ആ കുഞ്ഞിനെ എന്താ പറയേണ്ടത്, ആ ഗർഭസ്ഥ ശിശുവിനെ ഒന്നും പറയാൻ പാടില്ല. കാരണം അതിനൊന്നും അറിയില്ല. അതിന് യൂട്യൂബ് എന്താണെന്ന് അറിയില്ല, ഫേസ്ബുക്ക് എന്താണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അത് ഭൂമിയിൽ വന്നിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞാലേ അതിന് മനസ്സിലാവുള്ളൂ ഇതെന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ മറ്റൊരു ചോദ്യം, ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ദിയാകൃഷ്ണയായാലും അസ്ലാം മാർലി ആയാലും ഇതിങ്ങനെ തുടർന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ വലുതാകുമ്പോൾ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ എന്താണെന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് പറയുകയാണ്. നിങ്ങൾ ഇപ്പോഴും കൊടുക്കാമെന്ന് പറഞ്ഞ ഒരാളില്ലേ, അത് തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുക. നന്ദി, നമസ്കാരം.